നിലമ്പൂർ വിധി എഴുതാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ PV അൻവർ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്, കണക്ക് കൂട്ടുന്നത്? NDA ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ ഏത് തരത്തിലാണ്? സമീർ ബിൻ കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, അൻവർ ഒരു ഘടകമേ അല്ല, ജയപരാജയങ്ങളിൽ അൻവർ ഒരു ഘടകമേ അല്ല എന്ന് മുന്നണികൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതൊരു വലിയ രാഷ്ട്രീയ ആകാംക്ഷയാണ്. ഒരുപക്ഷെ അത് ജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കാൻ പോകുന്നതുമായിരിക്കും. എന്താണ് അൻവർ ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്? ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ആരവങ്ങളുടെ ഭാഗമായില്ല PV അൻവർ, മറിച്ച് വീടുകളിലൊക്കെ എത്തി വോട്ട് തേടുന്ന നടപടിയിലേക്കാണ് കടന്നത്. എന്താണ് അൻവറിന്റെ പ്രതീക്ഷ? അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് NDA പ്രചാരണം തന്നെ തുടങ്ങിയത്. അവിടെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നുണ്ടോ സമയം? റിജിത്ത്, വലിയ പ്രതീക്ഷയിലാണ് അൻവർ ക്യാമ്പ് ഉള്ളത് എന്നുള്ളതാണ്. ഇന്ന് അവസാന നിമിഷവും PV അൻവർ പങ്കുവച്ചിട്ടുള്ളത് 75,000 വോട്ട് താൻ നേടുമെന്നുള്ളതാണ്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, LDFന്റെ വോട്ട് ബാങ്കിൽ നിന്നും 35 മുതൽ 45% വരെ വോട്ട് താൻ പിടിക്കും. അതോടൊപ്പം തന്നെ UDFന്റെ വോട്ട് ബാങ്കിൽ നിന്ന് 25% വോട്ട് താൻ പിടിക്കും. അങ്ങനെ 75,000-ൽ കുറയാത്ത വോട്ട് നേടി താൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് PV അൻവറിന്റെ അവകാശവാദം. ഇന്ന് PV അൻവർ വിവിധ മുന്നണികൾ കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് ആറാടിയപ്പോൾ PV അൻവർ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ നേരിട്ട് PV അൻവർ വിവിധ വീടുകളിലും സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ തന്നെയായി അദ്ദേഹം നേരിട്ടെത്തി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താൻ 9 വർഷം ഈ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിക്കും CPM-നും എതിരായിട്ടുള്ള വിമർശനങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചാണ് PV അൻവർ പ്രധാനമായും പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആശാ വർക്കർമാരുടെ സമരം മാത്രം, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ റെയിൻകോട്ട് നൽകാത്ത വിഷയം, അങ്ങനെ താഴെ തട്ടിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു PV അൻവറിന്റെ പ്രചാരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ PV അൻവർ കണക്ക് കൂട്ടുന്നത് സാമുദായിക വോട്ടുകൾ തന്നിലേക്ക് വരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയോരത്തെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ മലയോര കർഷകരുടെ വോട്ടുകൾ തനിക്ക് ലഭിക്കും, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ലഭിക്കും. അങ്ങനെ വലിയ പ്രതീക്ഷയാണ് PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. റിജിത്ത്, ശരി, സമീർ ബിൻ കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും കൊട്ടിക്കലാശം കളറാക്കി മാറ്റാൻ, അത്യാവേശത്തിലേക്ക് കൊണ്ടുപോകാൻ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിയൊഴുക്കുകളിൽ ഒരു ആശങ്ക മുന്നണികൾക്കുണ്ട്. ഏത് തരത്തിലാണ് അൻവർ വോട്ട് പിടിക്കാൻ പോകുന്നത് എന്നതൊക്കെയുള്ള വലിയ രാഷ്ട്രീയ ചോദ്യമായി നിലനിൽക്കുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ വിധിയെഴുത്തിനെ കാണാൻ പോവുകയാണ്. ഇനി ഒരു ദിവസത്തിൻ്റെ മാത്രം സമയമാണ് ബാക്കിയുള്ളത്. നിലമ്പൂർ ആർക്കൊപ്പം എന്നത് സംബന്ധിച്ചുള്ള ഉത്തരം നൽകാൻ നിലമ്പൂരിലെ ജനങ്ങൾ പോകുന്നു. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ആർക്കൊപ്പമായിരിക്കും നിലമ്പൂർ എന്നറിയാൻ.